ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 10ാം ക്ലാസ്സിലെ ബയോളജി അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും എന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കാരണം LDC എക്സാമിനാണെങ്കിലും അതേപോലെ LPUP എക്സാമിനാണ് സിലബസിലുള്ള പ്രധാന ഒരു ഭാഗമാണ് കോശത്തിൻ്റെ ഘടന, അതേപോലെ നാഡീവ്യവസ്ഥ. ഈ രണ്ട് ടോപ്പിക്കും വളരെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്, അറിയാനും പ്രതികരിക്കാനും എന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ മാർക്കുകൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പലത് ഡിഫറെൻറ്റ് രൂപത്തിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ. അപ്പം ഈ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഷുവറായിട്ട് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ മാർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു പിക്ചർ, കളർഫുള്ളായ പിക്ചർ തന്നെയാണ്. ഈ പിക്ചറിൽ നമുക്ക് തുടങ്ങാം അല്ലേ. ഈ പിക്ചറിലുള്ള കുറേ കുട്ടികൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്യുന്നത്, എന്താണ്, ഒരു കൊച്ച് ഒരു മാമ്പഴം തിന്നുന്നുണ്ട് അല്ലേ, അതിൻ്റെ പുളി മധുരമൊക്കെ അനുഭവിക്കുന്നുണ്ട്. വേറൊരു കൊച്ചു തിന്നുന്നുണ്ട്, നമ്മൾ ഒച്ച് എന്നൊക്കെ പറയുന്ന അല്ലേ, ഈ സാധനം ഈ കൊച്ചു ചെയ്യുന്നുണ്ടോ, ഒച്ച് എന്നൊക്കെ പറയുന്ന ആ ജീവിനെ തൊടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് വലിയുന്നു. ഇവിടെ ഒരു കൊച്ചുങ്ങൾ എന്ത് ചെയ്യുന്നു, പാട്ട അല്ലേ, നമ്മൾ ഈ തകരപ്പാട്ടയിൽ കൊട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, കിളികൾ പറന്നു പോകുന്നു. അങ്ങനെ പല പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇത്ര പിക്ചർ എന്ത് ചെയ്യുക, ഈ ഒരു പിക്ചർ മനസ്സിൽ വെക്കുക. ഈ ഒരു പിക്ചറിൽ നിന്നാണ് നമ്മൾ കഥ പോലെ അല്ലെ, ഒരു ഫിലിമിൻ്റെ കഥ പോലെ നമ്മൾ അവസാനം വരെ ചാപ്റ്ററിൽ പോകുന്നു. അപ്പോൾ ഈ ഒരു പിക്ചർ ചെയ്യുക, മനസ്സിൽ എന്ത് ചെയ്യുക, നിൽക്കുക. അതിനുശേഷം നമുക്ക് തൊട്ട് താഴേക്ക് പോവാം. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം നോക്കിയേ, കുട്ടി മാമ്പഴം രുചിക്കുന്നു അല്ലേ, ആ മാമ്പഴത്തിൻ്റെ പുളിയോ മധുരമൊക്കെ എന്ത് ചെയ്യുന്നു, അനുഭവിക്കുന്നു അല്ലേ. ഒച്ചിനെ തൊടുമ്പോൾ ഒച്ച അതിൻ്റെ ശരീരം എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് വലിയുന്നു. അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുന്നത്. ഇവിടെ ഒച്ചയൊക്കെ പക്ഷികൾ എന്ത് ചെയ്യുന്നു, പറന്നു പോകുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു സംഭവം നോക്കുക, ഇതാണ് ഇമ്പോർട്ടൻ്റ്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. മനസ്സിലായില്ലേ. അപ്പോൾ ഉദ്ദീപനം എന്ന് പറയുന്നതാണ് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം ഒരു പ്രേരണകൾക്ക് പറഞ്ഞ പേരാണെന്ത്, ഉദ്ദീപനങ്ങൾ. അപ്പോൾ ഉദ്ദീപനങ്ങൾ രണ്ട് തരമുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഉദ്ദീപനങ്ങൾ അല്ലേ. ഇപ്പം നമ്മൾ കണ്ട മുകളിൽ പിക്ചറിൽ കണ്ട ഒക്കെ എന്താണ്, പുറത്ത് നടക്കുന്ന ഉദ്ദീപനങ്ങളാണ് അല്ലേ. നമ്മുടെ ശരീരത്തിനകത്തും എന്ത് നടക്കാറുണ്ട്, ഉദ്ദീപനങ്ങൾ നടക്കാറുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, വിശപ്പ്, ദാഹം എന്നിവയൊക്കെ എന്താണ്, നമ്മുടെ ശരീരത്തിന് അകത്ത് നടക്കുന്ന, ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ ഉദ്ദീപനം എന്താണെന്ന് പഠിച്ചല്ലോ, എന്താണ്, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണയ്ക്ക് പറഞ്ഞ പേരാണ് ഉദ്ദീപനങ്ങൾ. ഉദ്ദീപനങ്ങൾ നമ്മുടെ രണ്ട് തരമുണ്ട് അല്ലേ, പുറത്ത് നടക്കുന്നുണ്ട്, അകത്ത് നടക്കുന്നുണ്ട്. സ്പർശം, ശബ്ദം, ഭൂഗുരുത്വം, ഇതൊക്കെ എന്താണ്, ഉദ്ദീപനങ്ങളാണ് അല്ലേ. അകത്ത് നടക്കുന്നതാണെങ്കിലോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിശപ്പ്, ദാഹം, ഇതൊക്കെ എന്താണ്, ഉദ്ദീപനങ്ങളാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നോക്കി, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രാഹികൾ. മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രാഹികൾ എന്ന് പറയുന്നതാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രാഹികൾ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. അപ്പോൾ ഗ്രാഹികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലെ കോശങ്ങൾക്ക് പറഞ്ഞ പേരാണ് ഗ്രാഹികൾ എന്ന് പറയും അല്ലേ. ഇനി നോക്കി, ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. നോക്കി, ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനം നടക്കുക. മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒച്ചിനെ നോക്കിയാൽ എന്ത് ചെയ്യുക, ഒച്ചിനെ തൊട്ടതു, ആ ഒച്ചിന് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് വലിഞ്ഞതൊക്കെ എന്താണ്, പ്രതിപ്രവർത്തനങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് മാങ്ങ തിന്നുമ്പോൾ അത് നമ്മുടെ എന്ത് ചെയ്യുക, ആ ടേസ്റ്റ് തോന്നുന്നു, പുളി തോന്നുന്നു, മധുരം തോന്നുന്നു, ഇതൊക്കെ എന്താണ്, പ്രതികരണ പ്രവർത്തനങ്ങളാണ്. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട 3 വാക്കുകൾ ഏതൊക്കെയാണ്, പിന്നെ ഉദ്ദീപനം, അതേപോലെ എന്താണ്, ഗ്രാഹികൾ. ഈ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു, ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് രൂപപ്പെടുത്തുന്ന പിന്നെ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതിപ്രവർത്തനം നടക്കുന്നത്. അത്ര ഓർക്കുക. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ സിലബസിലുള്ള പ്രധാന ടോപ്പിക്കിൻ്റെ പേരെന്താണ്, നാഡീവ്യവസ്ഥ എന്നാണ് പറയുക. നാഡീവ്യവസ്ഥ എന്നാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്ന ആ മെയിൻ ടോപ്പിക്ക് കിടക്കുന്നത് അല്ലേ. അപ്പം നാഡീവ്യവസ്ഥ എന്ന് പറയാൻ എന്തൊക്കെ ചേരുന്നതാണ്, മസ്തിഷ്കം, സുഷുപ്ന, നാഡികൾ, ഇതെല്ലാം കൂടി ചേരുന്നതിന് പറഞ്ഞ പേരാണെന്ത്, നാഡീവ്യവസ്ഥ. മനസ്സിലായല്ലോ. അപ്പം നാഡീവ്യവസ്ഥ എന്ന് പറയുന്നതാണ് മസ്തിഷ്കം, സുഷുപ്ന അല്ലേ, അതേപോലെ നാഡികൾ, ഇത് മൂന്നും ചേരുന്നതിന് പറഞ്ഞ പേരാണെന്ന് പറയുന്നത് നാഡീവ്യവസ്ഥ എന്ന് പറയും. മസ്തിഷ്കം, സുഷുപ്ന, നാഡികൾ, ഇത് മൂന്നും ചേരുന്നതിന് പറഞ്ഞ പേരാണ് നാഡീവ്യവസ്ഥ. അത്രയൊക്കെയാണല്ലോ. ഓക്കെ,
ഇനി നമുക്ക് പഠിക്കേണ്ട ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണെന്ന് നോക്കിയാൽ നാഡീകോശം അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒക്കെ ചോദിക്കാം. അപ്പം നോക്കിയിരുന്നോണം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ എന്ന് പറയും. ഇവിടെ പിക്ചർ കണ്ടില്ലോ, ഇതാണ് എന്ത് പറയുന്നത്, ന്യൂറോണിന്റെ ചിത്രം എന്ന് പറയാം അല്ലേ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, മനസ്സിലായില്ലേ. അതേപോലെ നോക്കി, മറ്റെല്ലാ കോശങ്ങളെ പോലെയും നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്, മനസ്സിലായല്ലോ. ഇനി നോക്കി ഒരുപാട് ഡീറ്റെയിലേക്ക് നമ്മുടെ ഇത്ര കാര്യം മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് ജസ്റ്റ് പിക്ചറൊക്കെ നോക്കാം. എന്താണ്, ഇവിടെ ഒരു നാഡീകോശം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു നാഡീകോശം അല്ലെ ന്യൂറോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാ? ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, ഷ്വാൻ കോശങ്ങളുണ്ട്, ആക്സോൺ ഉണ്ട്, ആക്സോണൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബുണ്ട്. എവിടെയൊക്കെ നോക്കിക്കേ. അപ്പോൾ കോശദ്രവ്യം അറിയാമല്ലോ, കോശദ്രവ്യ സെൻറ്ററിൽ നിറഞ്ഞു കിടക്കുന്നതല്ലേ, ഈ ഭാഗമാണെന്ത് കോശദ്രവ്യം എന്ന് പറയുക അല്ലേ. നടുക്ക് ന്യൂക്ലിയസ് മർമ്മമുണ്ട് അല്ലേ. ഈ ഭാഗത്തിന് പറഞ്ഞ പേരാണ് കോശ ശരീരം എന്ന് പറയും അല്ലേ. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം നോക്കിയേ, ഡെൻഡ്രോണിൻ്റെ ശാഖകൾ, ഇതാണെന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുക അല്ലേ. ഡെൻഡ്രോൺ എന്ന് പറയും ഈ സൈഡിലേക്ക് നിൽക്കുന്നത് അല്ലേ. അതിൻ്റെ ശാഖകൾക്ക് പറഞ്ഞ പേരാണെന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുക. എന്താ ജോലി എന്താണ്, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്, ഡെൻഡ്രൈറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കും, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രോൺ ആണ് എന്നൊക്കെ തെറ്റിച്ച് ചോദിക്കും. അപ്പോൾ ആൻസർ എന്താണ്, ഡെൻഡ്രൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയേ, എന്താണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ? ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഈ മെയിൻ ഭാഗം അല്ല, ഈ കാണുന്ന മെയിൻ ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയും ഇത് അല്ലേ. ഡെൻഡ്രോണിൻ്റെ അവിടെ ഡെൻഡ്രൈറ്റ് ആയിട്ട് പലതായിട്ട് തിരിയുന്നത്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ജോലി നോക്കി, കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു അല്ലേ. ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഇവർ സ്വീകരിക്കുന്നു, അതെന്ത് ചെയ്യുന്നു, കോശ ശരീരത്തിലേക്ക് ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു, കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ഇതാണ് ആരുടെ ജോലി, ഡെൻഡ്രോണിൻ്റെ ജോലി. ഓക്കെ, ഇനി നോക്കിയാൽ ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ നോക്കി, ആക്സോണിനെ വലയം ചെയ്യുന്നു. ആക്സോണിനെ വലയം ചെയ്യുന്ന കോശങ്ങൾക്ക് പറഞ്ഞ പേരാണത് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയും. അത് ഞാൻ കുറച്ച് താഴെ നമുക്കൊന്ന് പഠിക്കാനുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതവിടെ വെച്ചേക്ക്, തൽക്കാലം ഇതവിടെ വെച്ചേക്ക് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കി, ആക്സോൺ എന്ന് പറയുന്നത് ഈ താഴേക്ക് ഈ സെൻറ്ററിൽ കൂടി പോകണം ഇല്ലേ, ഈ മഞ്ഞ വര പോലെ കാണുന്നില്ലേ, ഇതാണ് ചെയ്യുന്നത് ആവേഗങ്ങൾ ആക്സോൺ എന്ന് പറയാം. എന്താ ജോലി നോക്കി, കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ്. അതേപോലെ നോക്കി, കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു അല്ലേ. ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു, കോശ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അടുത്തയിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. അതാണ് എന്ത്, ആക്സോൺ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ തന്തു ഏതാണ്, ആക്സോൺ ആണ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാലോ, തൊട്ട് താഴെയുള്ള ആക്സോണിന്റെ ശാഖകൾക്ക് പറഞ്ഞ പേരാണത് ആക്സോണൈറ്റ്. താഴെ എത്തുമ്പോൾ കാണുന്ന ഈ ശാഖകൾക്ക് പറഞ്ഞ പേരാണത് അല്ലേ, ഈ ഭാഗത്ത് ശാഖകൾക്ക് പറഞ്ഞ പേരാണത് ആക്സോണൈറ്റ്. എന്താ ജോലി, ആവേഗങ്ങളെ സിനാപ്സ് നോബിൽ എത്തിക്കുന്നു. ആവേഗങ്ങളെ സിനാപ്സ് നോബിൽ എത്തിക്കുന്നു, മനസ്സിലായല്ലോ. അടുത്ത് നോക്കി, സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നതാണ് ഈ തുമ്പത്ത് കാണുന്നത് അല്ലേ, ഇതാണ് എന്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്, തുമ്പത്ത് കാണുന്നത്. ജോലി എന്താ, ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ്. നാഡീയ പ്രേക്ഷകം ശ്രവിക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ ജോലികൾ. അപ്പോൾ ഈ ഒരു പിക്ചർ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഷ്വാൻ കോശം കുറച്ച് പറയാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇതാ സംഭവം, ഈ പിക്ചർ നോക്കി, അതായത് ഇത് നമ്മുടെ എന്താണ്, നമ്മുടെ നാഡീകോശാണല്ലോ, നാഡീകോശാണ് അല്ലേ. അപ്പോൾ നാഡീകോശം എന്ന് പറഞ്ഞാൽ നീളമുള്ള തന്തുവിൻ്റെ പേരെന്താണ്, ആക്സോൺ ആണ് അല്ലേ. അപ്പോൾ ആക്സോണിനെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന അല്ലേ ഒരു എന്ത് ചെയ്യുന്നു നോക്കി, മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുക. അപ്പം മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കവർണിംഗ് എന്ന് പറഞ്ഞ പേരാണത് മൈലിൻ ഷീറ്റ്. അത് കൊഴുപ്പടങ്ങിയതാണ് അല്ലേ, മൈലിൻ ഷീത്ത് എന്ന് പറയും അല്ലേ. ഇനി നോക്കിയേ, ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾക്ക് പറഞ്ഞ പേരാണത് ഷ്വാൻ കോശം, മനസ്സിലായല്ലോ. അപ്പം മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾക്ക് പറഞ്ഞ പേരാണത് ഷ്വാൻ കോശം. ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ, ഇതവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ, മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞതാണ് പിന്നെ അത് പൊതിഞ്ഞിരിക്കുന്ന അല്ലേ, അതിൻ്റെ പൊതിഞ്ഞിരിക്കുന്ന ആ കവറിങ്ങിന് പറഞ്ഞ പേരാണത്, കൊഴുപ്പടങ്ങിയ കവറിങ്ങിന് പറഞ്ഞ പേരാണ് മൈലിൻ ഷീത്ത്. അത് ഉണ്ടാക്കിയിരിക്കപ്പെട്ട എന്താണ്, ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. ഇത്ര മനസ്സിലായല്ലോ. അതേപോലെ നോക്കി, മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് കൊടുത്തേക്കുന്ന മൈലിൻ ഷീത്തുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീത്തിന് നിറം എന്താണ്, മൈലിൻ ഷീത്തിന്
തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ? വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. അതേപോലെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കണം. അടുത്ത് നോക്കിയേ, എന്താണ് ഈ മൈലിൻ ഷീത്തിൻ്റെ ജോലി എന്ന് നോക്കിയേ. ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. അപ്പം സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിന് സാധ്യത ഇവിടെ ഉണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക. മൈലിൻ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ എൻ്റെ ജോലിയായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലേ, എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിറമായിരിക്കും ചോദിക്കുക, എന്താ വെള്ള നിറമാണ് അല്ലേ. അപ്പം ഈ ഒരു കാര്യം, അതേപോലെ എന്താണ് 2 അല്ലേ മൈലിൻ ഷീറ്റ് ഉള്ളത്, വൈറ്റ് മാറ്റർ ഇല്ലാത്തത് ഗ്രേ മാറ്റർ. അപ്പോൾ അത് തെറ്റിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു പേര് എന്താണ്? ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിരുന്നോണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗം നോക്കിയോ. സിനാപ്സ് എന്നൊരു ഭാഗമുണ്ട്. സിനാപ്സ് 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്നറിയപ്പെടുക. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നതാണ് തമ്മിൽ ചേർന്ന് ഒരു തരംഗം അപ്പുറ തരംഗത്തിലേക്ക് എത്തിക്കുന്ന ആവേഗങ്ങൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യുന്ന ആ ഭാഗത്തിന് പറഞ്ഞ പേരാണെന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറയുക. അപ്പോൾ മനസ്സിലായില്ല, അത് നാഡീകോശങ്ങൾ മാത്രമല്ല, എന്താണ് നാഡീകോശവും പേശീകോശവുമാകാം, അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമാകാം. ഇതിന് പറഞ്ഞ പേരാണത് സിനാപ്സ് എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, എന്താണ് സിനാപ്സുകളുടെ ധർമ്മം നോക്കിയേ. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കിയേ, വിവിധ തരം നാഡീകോശങ്ങൾ നമുക്ക് നോക്കാം. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണിത് സംവേദ നാഡീകോശങ്ങൾ. അതേപോലെ പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുപ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. സിമ്പിൾ അല്ലേ? അപ്പം നാഡീകോശങ്ങളെ നമുക്ക് പൊതുവായിട്ട് 2ആയിട്ട് തിരിക്കുക. ഒന്ന് അങ്ങോട്ട് എത്തിക്കുന്നത്, 2 തിരിച്ചിങ്ങോട്ട് എത്തിക്കുന്നത്. അങ്ങോട്ട് എത്തിക്കുന്നത് പറഞ്ഞാൽ എന്താണ്? സുഷുപ്നയിലേക്ക് എത്തിക്കുന്നത്. 2 അവിടെ നിന്നാണ് തിരിച്ച് നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയേ. അപ്പോൾ എത്രയായിട്ട് തിരിക്കാം? 2ആയി തിരിക്കാം അല്ലേ. എന്തിനനുസരിച്ചാ? സന്ദേശം അയക്കുന്ന ദിശയ്ക്കനുസരിച്ചാണ്. ഒന്ന് സുഷുപ്നയിലേക്ക് മേലേക്ക്, 2 താഴേക്ക് നിന്ന് ചിന്തിച്ചാൽ മതി. ഏതൊക്കെയത്? സംവേദക നാഡീകോശമെന്നും രണ്ടാമത്തേതാണ് പ്രേരക നാഡീകോശമെന്നും 2ആയിട്ട് തിരിക്കാം. ഇനി എന്താ സംഭവം നോക്കിയേ. മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും അല്ലേ, നമ്മുടെ ബ്രെയിനിലേക്ക് സന്ദേശങ്ങളെ വഹിക്കുന്ന കോശങ്ങൾക്ക് പറഞ്ഞ പേരാണിത് സംവേദക നാഡീകോശങ്ങൾ. അവിടുന്ന് തിരിച്ചെന്താണ് അതിൻ്റെ റിസൾട്ട് താഴേക്ക് വരുന്ന കോശങ്ങളാണിത് പ്രേരക കോശങ്ങൾ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുപ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലേ. ഇതിന് പറഞ്ഞ പേരാണിത് രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? പ്രേരക നാഡീകോശങ്ങളെന്ന്. മനസ്സിലായല്ലേ? ഇനി ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, നാഡികൾ എന്നൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, നാഡികളുടെ ധർമ്മത്തിനനുസരിച്ച് 3ആയി തരംതിരിക്കാം. മനസ്സിലായില്ലേ? നാഡികളുടെ ധർമ്മത്തിനനുസരിച്ച് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയത്? ഒന്ന് സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. എന്താ സംഭവം നോക്കിയേ, ധർമ്മം നോക്കിയേ. സംവേദ നാഡിയുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും എത്തിക്കുന്നു. അതാണ് എന്ത് സംവേദ നാഡി എന്ന് പറയുക. പ്രേരക നാഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ആദ്യത്തെ 2 നമ്മൾ പഠിച്ചത് അല്ലേ. തലച്ചോറ്, സുഷുപ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പം ഒന്ന് സംവേദ നാഡി അങ്ങോട്ട് എത്തിക്കുന്നു, തിരിച്ചെന്താണ് പ്രേരക നാഡി തിരിച്ചെന്ത് ചെയ്യുക, തലച്ചോറും സുഷുപ്നയും കൊടുക്കുന്ന സന്ദേശങ്ങൾ തിരിച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. മൂന്നാമത്തെ നോക്കി സമ്മിശ്ര നാഡി എന്താണെന്ന് നോക്കി. തലച്ചോറ്, സുഷുപ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാകുന്നു. അപ്പോൾ അങ്ങോട്ട് ഈ ആദ്യം പറഞ്ഞ 2 പേരുടെയും ജോലി ചെയ്യുന്ന നാഡികൾക്ക് പറഞ്ഞ പേരാണെന്ത്? സമ്മിശ്ര നാഡി. സംവേദന നാഡിയുടെയും പ്രേരക നാഡിയുടെയും ജോലി ചെയ്യുന്ന നാഡികൾക്ക് പറഞ്ഞ പേരാണെന്ത്? സമ്മിശ്ര നാഡി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, നാഡീവ്യവസ്ഥ എന്നൊരു ഹെഡിങ് ഉണ്ട് അല്ലേ. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 വിഭാഗമുണ്ട്. അപ്പം നാഡീവ്യവസ്ഥ പൊതുവായിട്ട് നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ, അതേപോലെ എന്താണ് പെരിഫറൽ നാഡീവ്യവസ്ഥ, ഇങ്ങനെ 2ആയിട്ട് തിരിക്കാം. ഓക്കെ ആണല്ലോ.
ഇനി ഈ പിക്ചറിലേക്ക് തന്നെ നോക്കി, ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരുന്നതാ? മസ്തിഷ്കവും സുഷുപ്നയും ചേരുന്നതാണെന്ന് പറയുക കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുക. എന്നാൽ പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാലോ ശിരോനാഡികൾ സുഷുപ്ന നാഡികൾ ചേരുന്നതാണെന്ന് പറയുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇവിടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12 ജോഡിയാണ്. 12 ജോഡിയാണ് എവിടെയുള്ളത്? ശിരോനാഡികളുടെ എണ്ണം എന്ന് പറയുക. സുഷുപ്ന നാഡികളുടെ എണ്ണം എത്രയാ? 31 ജോഡി. രണ്ടും പ്രീവിയസ് എന്താണ്? പ്രീവിയസ് PYQ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ നാഡീവ്യവസ്ഥയെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ പെടുന്ന ഏതൊക്കെയാണ്? മസ്തിഷ്കവും സുഷുപ്നയാണ് അല്ലേ. പെരിഫറൽ നാഡീവ്യവസ്ഥയിലാണെങ്കിലോ ശിരോനാഡികളും അത് 12 ജോഡിയാണുള്ളത്. സുഷുപ്ന നാഡികളുണ്ട് അടുത്തത് 31 ജോഡികൾ. ഇതൊക്കെയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണത് മസ്തിഷ്കം എന്നൊരു ഭാഗം. മസ്തിഷ്കം അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു തലയോടിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. തലയോടിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ആയ ഭാഗമല്ല നമുക്കറിയാം. ആ തലയോടിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ കുറേ പീസുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുറത്ത് തലയോടുണ്ട് അല്ലേ, മെനിഞ്ചസ് പാളികളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അപ്പോൾ നോക്കി, തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തലയോടിനുള്ളിലാണെന്നുള്ളത് തലച്ചോറ് ഉള്ളത് അല്ലേ, മസ്തിഷ്കം ഉള്ളത് അല്ലേ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. അപ്പം മെനിഞ്ചസ് എന്ന ആവരണം എന്ത് ചെയ്യുന്നു? നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ്. മെനിഞ്ചസിൻ്റെ ആന്തര പാളികൾക്കിടയിലും മസ്തിഷ്ക അറയിലും എന്താണ്? ഒരു ദ്രവം നിറഞ്ഞിരിപ്പുണ്ട് അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്യുക? കേടുപാടുകളും ചതവും സംഭവിക്കുക. അതിൻ്റെ പേരെന്താണ്? സെറിബ്രോ സ്പൈനൽ ദ്രവം എവിടെ ഇരിപ്പുണ്ട്? എവിടെ ഇരിക്കുന്നത്? മെനിഞ്ചസിൻ്റെ ആന്തരപാളിക്കിടയിലും മസ്തിഷ്ക അറകളിലൊക്കെ എന്ത് ചെയ്യും? നിറഞ്ഞിരിക്കുന്നു. സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഒരു ഫ്ലൂയിഡാണ് അല്ലേ, നിറഞ്ഞിരിക്കുന്നു. ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പേജിൽ നിന്ന് ഓർത്തിരിക്കും. ഇനി നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് താഴെ കിടപ്പുണ്ട്. എന്താണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഫ്ലൂയിഡിൻ്റെ ജോലി നോക്കിയേ? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ 2 കാര്യത്തിൻ്റെ ധർമ്മങ്ങൾ പഠിച്ചു. ഒന്ന് ഏതിൻ്റെ ആയിരുന്നു? മൈനൽ ഷീത്തിൻ്റെ ധർമ്മം പഠിച്ചു. രണ്ടാമത്തെ എന്താണ്? ഇവിടെ ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ മർമ്മങ്ങൾ അല്ല ജോലി അല്ലേ. അതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്തിരുന്നോണം. നമുക്ക് നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഏതൊക്കെ? സെറിബ്രം, തലാമാസ്, സെറിബ്രല്ലം, മെഡുല്ല ഓംബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അല്ലേ. PSCക്ക് മാറി ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യുക? മസ്തിഷ്കത്തിൻ്റെ ഒരു ബുദ്ധി, ചിന്ത, ഭാവന നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്, അല്ലെങ്കിൽ വലുതേതാണ്, ചെറുതേതാണ് അല്ലേ. ആ രീതിയിൽ എന്താണ്? അല്ല, ചില പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ്? തുലന നില പരിപാലിക്കുന്ന ഭാഗം ഏതാണ്? അങ്ങനെ എന്ത് ചെയ്യുക? ഒരുപാട് തവണ PSC ചോദിച്ചുള്ള രീതിയാണിത്. അപ്പം നമ്മളും എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യരുത്? ഒരു ചോദ്യം മാത്രം പണ്ടത്തെ പോലെ പ്രതീക്ഷിച്ച് പോകരുത്. ഏതാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് പോകരുത്. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ പ്രതീക്ഷിച്ച് ഇനി എന്ത് ചെയ്യാൻ പാടുള്ളൂ? പരീക്ഷ ഹാളിൽ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നോക്കിക്കേ, ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം ഏതാണ്? സെറിബ്രം. എന്താ സെറിബ്രത്തിൻ്റെ ജോലി എന്ന് നോക്കിയേ? മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണിത് സെറിബ്രം എന്ന് പറയുക അല്ലേ. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. മനസ്സിലായല്ലോ? ആ 2 പോയിന്റ്. ഇപ്പോൾ ഇതിൽ 2-3 പോയിന്റ് ഉണ്ട്. ഏറ്റവും വലിയ ഭാഗം ഏതാണ്? കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ നിറം ഏതാണ്? പുറത്തുള്ളതാണെന്നൊക്കെ പഠിച്ചു അല്ലേ. അതേപോലെ എന്ത് ചെയ്യാം? നമ്മുടെ സെറിബ്രത്തിൻ്റെ അകത്ത് അല്ലെ ഉൾഭാഗത്തുള്ള വെളുത്ത നിറമുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? മെഡുല്ല. അതേപോലെ നോക്കി, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണേത്? സെറിബ്രം. അതേപോലെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ആരാണ്? സെറിബ്രമാണ്. അതേപോലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ ഇത് 2-3 തരത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ പഴയ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. സെറിബ്രം എന്ന് പറയും. അപ്പം ഏതാ സെറിബ്രം എന്ന് പറഞ്ഞാൽ? കേട്ടോ, ഈ പുറത്ത് കാണുന്ന ഭാഗം കണ്ടോ? ഇതാണെന്ന് പറയുന്നത് സെറിബ്രം എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഈ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുക. അടുത്ത് നോക്കിയേ, സെറിബെല്ലം. രണ്ടാമത്തേതാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ഏതാണ്? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അല്ലേ? ഈ ഭാഗമാണെന്ന് പറയുക സെറിബെല്ലം എന്ന് പറയുക അല്ലേ. സംഭവം നോക്കി, മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണിത് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. ഈ കാര്യവും എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. മൂന്നാമത്തെ ഭാഗം നോക്കിയേ, തലാമസ് നോക്കിയേ. ഏതാ തലാമസ് എന്ന് പറയുക അല്ലേ? ഈ ഒരു ഭാഗമാണെന്ന് പറയുക തലാമസ് എന്ന് പറയുക അല്ലേ? ഇതുണ്ട്, ഈ ഭാഗമാണ് തലാമസ് എന്ന് പറയുക. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അപ്പം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് തലാമസ് എന്ന് പറയുക അല്ലേ? അടുത്ത് നോക്കി, മെഡുല്ല ഒംബ്ലാങ്കേറ്റ എന്ന് പറയും. മെഡുല്ല ഒംബ്ലാങ്കേറ്റ എന്ന് പറഞ്ഞാൽ ഏതാ സംഭവം നോക്കി, ഏതാ സംഭവം? ഏതാ സംഭവം? ഇവിടെയാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് അല്ലേ? എന്താ ജോലി നോക്കി, സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ കൺട്രോളിലല്ലാത്ത അല്ലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റയാണ്. അടുത്ത് നോക്കിയേ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പോതലാമസ് അല്ലേ? അതായത് ഏതാ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്? ഈ ഒരു ഭാഗമാണെന്ന് പറയുക ഹൈപ്പോതലാമസ് എന്ന് പറയുക, ഈ ഒരു ഭാഗം അല്ലേ? എന്താ ജോലി? തലാമാസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ത സ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ. ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒംബ്ലാങ്കേറ്റ, തലാമാസ്, അതേപോലെ ഹൈപ്പോതലാമസ്. അടുത്തതായിട്ട് നമുക്ക് സുഷുപ്ന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പം ഈ ഒരു ഭാഗമാണെന്ത്? മെഡുല്ല ഒംബ്ലാങ്കേറ്റ. ഏതാണ്? ഈ ഒരു ഭാഗമാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റ എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ മെഡുല്ല ഒംബ്ലാങ്കേറ്റയോട് ചേർന്ന് തുടർന്നുള്ള ഭാഗം അറിയപ്പെടുന്ന താഴേക്ക് എന്ത് ചെയ്യാം? നട്ടലിലേക്ക് തുടർന്നുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? സുഷുപ്ന എന്ന് പറയുക. ഓക്കെ, അത്ര മനസ്സിലായല്ലോ? അപ്പം ഇവിടെ നോക്കി, മെഡുല്ല ഒംബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുപ്ന. അപ്പം സുഷുപ്ന എന്താണെന്ന് മനസ്സിലായില്ലേ? മെഡുല്ല ഒംബ്ലാങ്കേറ്റയുടെ താഴെ നമ്മുടെ നട്ടലിനുള്ളിലേക്ക് വരുന്നൊരു ഭാഗമാണെന്ന് പറയുക സുഷുപ്ന എന്ന് പറയുക. മനസ്സിലായല്ലോ? നോക്കി, സുഷുപ്ന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ സുഷുപ്ന എവിടെ ഇരിക്കുന്നത്? നട്ടലിൻ്റെ ഉള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അതേപോലെ നോക്കി, മസ്തിഷ്കത്തെ പോലെ സുഷുപ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അത്ര കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, നവജാത ശിശുവിൻ്റെ സുഷുപ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതനുസൃതമായി സുഷുപ്ന വളരുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ചെറിയ കുട്ടികൾ നോക്കിയാൽ എന്ത് ചെയ്യാം? നട്ടലിൻ്റെ താഴെ വരെ എന്ത് ചെയ്യും? സുഷുപ്ന നാഡിയുണ്ട്. എന്നാൽ മുതിർന്നവരിൽ നോക്കിയാൽ എന്ത് ചെയ്യണം? നട്ടലിൻ്റെ ഒരു മധ്യഭാഗം വരെ എന്ത് ചെയ്യുന്നുള്ളൂ? സുഷുപ്ന നാഡി കാണുന്നുള്ളൂ. കാരണം എന്താണ്? നട്ടല് വളരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? സുഷുപ്ന വളരുന്നില്ല എന്നാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കൂടി ഓർത്തിരുന്നോളൂ. സുഷുപ്നയുടെ മധ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. ഈ ഒരു രണ്ട് കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ പിക്ചർ നോക്കി അറിയാമല്ലോ, ഗ്രേ മാറ്റർ എവിടെയാണ്? കണ്ടോ, ഇവിടെയാണ് എന്ത് ഗ്രേ മാറ്റർ അല്ലേ? വൈറ്റ് മാറ്റർ എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഈ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കുക. അപ്പം സുഷുപ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും അല്ലേ? അതിനെ കണ്ടില്ലേ? നടുഭാഗത്ത് കണ്ടല്ലോ. ഈ നടുഭാഗത്ത് എന്താണ്? വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. ഇത്ര കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സുഷുപ്ന നാഡിയുടെ ഒരു ചിത്രം അല്ലേ? ഇത് നമ്മുടെ തലച്ചോറ് നട്ടലിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു മധ്യഭാഗം വരെ എന്ത് ചെയ്യുന്നു? സുഷുപ്ന നാഡി ഇരിക്കുന്നു അല്ലേ? ഇതാണ് സുഷുപ്ന നാഡി എന്ന് പറയുക. ഓക്കെ, ഇത് അതിൻ്റെ ഒരു സുഷുപ്നയുടെ ഛേദമാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യുക? നടുവ് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് കാണിക്കുക. ഗ്രേ മാറ്റർ ഉണ്ട്, സെൻട്രൽ കനാലുണ്ട്, ഡോർസൽ റൂട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ അടുത്തത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നോക്കിയോ. സുഷുപ്നയിൽ നിന്നും 31 ജോഡി സുഷുപ്ന നാഡികൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ എത്രയാണ്? സുഷുപ്നയിൽ എത്ര ജോഡി സുഷുപ്ന നാഡികളുണ്ട്? 31 ജോഡി സുഷുപ്ന നാഡികളുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കാം. അപ്പോൾ സുഷുപ്നയിൽ നിന്നും 31 ജോഡി സുഷുപ്ന നാഡികൾ പുറപ്പെടുന്നു. മനസ്സിലായല്ലോ? ഓരോ സുഷുപ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതേപോലെ സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുപ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമൊക്കെ ചോദിക്കും. സുഷുപ്നയിൽ എന്ത് ചെയ്യുക? നമ്മൾ സുഷുപ്ന നാഡിയിലൂടെ മുകളിലേക്ക് തലച്ചോറിലേക്ക് പോകുന്നു. അത് ഏതിലൂടെയാണ്? അതാണ്
ഡോർസൽ റൂട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സുഷുപ്നയിലേക്ക് പ്രേരകങ്ങൾ പോകുന്നത്. തിരിച്ചു വരുന്ന എങ്ങനെയാണ്, അവിടുന്ന് തിരിച്ചില്ല നമ്മുടെ തലച്ചോറിന് തിരിച്ചു വരുന്ന ഇതിലൂടെയാണ്, വെൻട്രൽ റൂട്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും, ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്തിരുന്നോണേ. ഈ രണ്ട് പോയിന്റുകൾ എന്താ, ഏതൊക്കെയാ? ഡോർസൽ റൂട്ട്, അതേപോലെ വെൻട്രൽ റൂട്ട്. ഒന്ന് അങ്ങോട്ടും രണ്ട് ഇങ്ങോട്ടും തിരിച്ചു വരുന്നതല്ല, ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. മനസ്സിലായല്ലോ? അതേപോലെ നോക്കി, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ച് പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നവരാണ് സുഷുപ്നയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക, സുഷുപ്നയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നോക്കി, നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടത്തുന്ന പ്രതികരണങ്ങൾക്ക് പറഞ്ഞ പേരാണെന്ത്, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഒരു മെഴുതില്ല, തീയിൻ്റെ നമ്മൾ കൈ പൊള്ളുമ്പോൾ കൈ നമ്മൾ ഒറ്റയടിക്കും തീയും വലിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്താ പറയുന്ന പേരാണെന്ത്, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. അപ്പം നമ്മൾ വലിക്കണം ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ എന്ത് ചെയ്യും, വലിക്കും അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട നമ്മൾ എങ്ങനെയാണ് ആ പ്രവർത്തനം നടക്കുന്നത് എന്നൊരു ചിത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ്. റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ബോധപൂർവ്വം അല്ലാതെ ചെയ്യുന്ന പ്രവർത്തനത്തിന് പറഞ്ഞ പേരാണെന്ത്, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. അതിലെങ്ങനെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലേ. അതെന്ത്, നമ്മൾ എക്സാമ്പിൾ തീ ചുടുമ്പോൾ എന്ത് ചെയ്യുക, തീയിൽ ചുടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആവേഗങ്ങൾ രൂപപ്പെടും. ആവേഗങ്ങൾ സുഷുമ്നയിൽ എത്തിക്കുന്നു അല്ലേ. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇൻ്റർന്യൂറോൺ സംവിധാനത്തിലൂടെ എന്ത് ചെയ്യുന്നു, സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം അറിയപ്പെടുന്ന പേരാണെന്ത്, ഇൻ്റർന്യൂറോൺ. സംവേഗ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക്. അപ്പം വേണമെങ്കിൽ ഇതൊന്ന് ഈ പേരും അതിൻ്റെ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, കണക്ഷൻ എന്ന് ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ എന്താണ് പ്രേരക നാഡിയുടെ ജോലി, സുഷുപ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്നു. പേശികളിലേക്ക് കൊണ്ടുപോയി അടുത്ത സംഭവം എന്താ നടക്കുന്നു, പേശികളുടെ പ്രവർത്തനത്താൽ കൈ എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു. ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുക. അപ്പോൾ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്യുന്നു, ആവേഗങ്ങൾ രൂപപ്പെട്ടു തൊട്ടിട്ട് അവസാനം എന്ത് ചെയ്തു, ആ പേശി പ്രവർത്തനത്തിൽ കൈ വലിക്കുന്നത് വരെയാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രവർത്തനം എന്ന് പറയുക. ഓക്കെ, ഇനി പഠിക്കേണ്ട ഒരു കാര്യമാണ് നോക്കിയാൽ, റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുക. അപ്പം റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുക. ഓക്കെ, പ്രധാനമായും സുഷുപ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇനി അടുത്തൊരു കാര്യം നോക്കിയാൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ്. എല്ലാ റിഫ്ലക്സ് പ്രവർത്തനവും സുഷുപ്നയുടെ നിയന്ത്രണത്തിലാണോ? അല്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കൈ പൊള്ളുന്ന കാര്യം പറഞ്ഞു. കൈ പൊള്ളുന്ന കാര്യം അതാരാ നിയന്ത്രിച്ചത്? സുഷുപ്നെ നിയന്ത്രിച്ചു അല്ലേ. എന്നാൽ നമ്മുടെ കണ്ണിന് നേരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, എന്തെങ്കിലും കരടോ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കണ്ണിൻ്റെ ഭാഗത്തേക്ക് വല്ല സാധനങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് കണ്ണെന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ അടയ്ക്കും. ഇത് സുഷുപ്നെയാണോ ചെയ്യുന്നത്? അല്ല, അത് സെറിബ്രോ ചെയ്യുന്നത് അല്ലേ. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, എല്ലാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളും സുഷുപ്നയുടെ നിയന്ത്രണത്തിലാണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ് എന്താണ്? അത് ഫാൾസ് ആണ്. കാര്യം നോക്കി, എല്ലാ റിഫ്ലക്സുകളും സുഷുപ്നയുടെ നിയന്ത്രണത്തിലല്ല. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നാം കണ്ണ് ചിമ്മുന്നുണ്ട് അല്ലേ. അതും റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ്. നമ്മളുടെ നിയന്ത്രണത്തിലുള്ള പ്രവർത്തനം അല്ലല്ലോ അത്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സ് ആണ് സെറിബൽ റിഫ്ലക്സ്. അപ്പോൾ രണ്ട് തരം റിഫ്ലക്സ് പ്രവർത്തനം തോർക്കുക. ഏതാണ്? ഒന്ന് സ്പൈനൽ റിഫ്ലക്സും രണ്ടാമത്തേതാണ് സെറിബൽ റിഫ്ലക്സും, സെറിബ്രൽ റിഫ്ലക്സ്. ഈ ഒരു കാര്യം, രണ്ട് കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കണേ. ഇനി നോക്കി, മദ്യപാനവും റിഫ്ലക്സും തമ്മിൽ എന്താ ബന്ധം നോക്കി. അത് മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ
ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. നമ്മൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു തീരുമാനം ഒരുപാട് സമയത്തിന് ശേഷം എടുത്താൽ മതിയോ? ഒരു പെട്ടെന്നൊരു വണ്ടി വരും, ബ്രേക്ക് ചവിട്ടണം എന്നൊരു ചിന്ത ഒരുപാട് സമയത്തിന് എടുത്ത ശേഷം പോരാ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആ സ്പോട്ടിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മദ്യം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്നൊരു സാധനം എന്ത് ചെയ്യും? കൂടുതലായിട്ട് പ്രവർത്തിക്കും അല്ലേ? ത്വരിതപ്പെടുന്നതിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്യും? കൂടുതലായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കും മസ്തിഷ്കത്തിലെ പ്രവർത്തനത്തെ എന്ത് ചെയ്യും? മന്ദീഭവിക്കും അല്ലേ? അങ്ങനെ മസ്തിഷ്കം എന്ത് ചെയ്യുക? ഉറങ്ങിയ അവസ്ഥയിലാകുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യില്ല? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല? നടക്കത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. എന്താ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേരുന്നതിന് പറഞ്ഞ പേരാണെന്ത്? സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേരുന്നതിന് പറഞ്ഞ പേരാണ്, രണ്ടും കൂടി ചേരുന്നതിന് പറഞ്ഞ പേരാണെന്ത്? സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുക. ഇനി നമുക്ക് എന്താണ് നോക്കണ്ടേ? എന്ത് സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? സിമ്പതറ്റിക് വ്യവസ്ഥ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാം നോക്കി, നമ്മളോട് ഒരു അടിയന്തര സാഹചര്യം നേരിടുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്നൊരു മാറും അല്ലേ? ആ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കി. സിമ്പതറ്റിക് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. അതായത് കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, അങ്ങനെ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? എന്നാലും നോക്കി, നേരെ ആ അടിയന്തര സാഹചര്യം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം നോർമൽ അവസ്ഥയിലേക്ക് പോകുന്ന ആ സെറ്റപ്പാണെന്ന് പറയുന്നത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലേക്ക് പറയുന്നത്. എന്തൊക്കെയാണ് അത്? കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇതെന്താകുന്നു? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഉമിനീർ ഉൽപ്പാദനം ഓൾറെഡി എന്ത് ചെയ്യാം? സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു. ഇവിടെ ആദ്യം ശ്വാസനാളം വികസിച്ചു, ഇവിടെ എന്താണ്? സങ്കോചിക്കുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? ഹൃദയമിടിപ്പ് കൂടിയാറുന്നു, ഇപ്പം എന്ത് ചെയ്യുന്നു? ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. അപ്പോൾ ഇതാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നതിന് പറഞ്ഞ പേരാണത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുക. ഓക്കെ ആണല്ലോ? ഇനി PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളുടെ പേരാണ്. 1 അൽഷിമേഴ്സ്, 2 പാർക്കിൻസൺസ്, 3 അപസ്മാരം അല്ലേ? അങ്ങനെ 2-3 രോഗങ്ങളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. എന്താണ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. അപ്പം ന്യൂറോണുകൾ നശിക്കുന്ന അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? അൽഷിമേഴ്സ് എന്ന് പറയുക. എന്താണ് ലക്ഷണം? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പേര് പോലും ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണത് അൽഷിമേഴ്സ് എന്ന് പറയുക അല്ലേ? കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ ചെയ്യാൻ സാധിക്കാതെ വരിക, ഇതിനൊക്കെ പറഞ്ഞ ഈ അസുഖത്തിന് പറഞ്ഞ പേരാണത് അൽഷിമേഴ്സ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഓർമ്മയും ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണത് അൽഷിമേഴ്സ്. ന്യൂറോണുകൾ നശിക്കുന്നതാണ് അൽഷിമേഴ്സ് എന്ന് പറയുക. രണ്ടാമത്തെ അസുഖമാണ് പാർക്കിൻസൺസ്. എന്താ പാർക്കിൻസൺസ് പറഞ്ഞാൽ? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് പറഞ്ഞ പേരാണ് പാർക്കിൻസൺ. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഡോപ്പാമിൻ എന്ന നാഡീ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് പാർക്കിൻസൺസ് എന്ന് പറയുക. എന്താണ് അതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ? ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിത ചലനം, ശരീരത്തിന് വിറയൽ തോന്നുക, വായിൽ നിന്ന് ഉമിനീര് ഒഴുകുക, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ. അതായത് അടുത്താണ് അപസ്മാരം. അതായത് തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണത് അപസ്മാരം എന്ന് പറയുക. എന്താ ലക്ഷണങ്ങൾ? തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുക. അപ്പം തലച്ചോറുമായി ബന്ധപ്പെട്ട ഈ ഒരു രോഗവും അതിൻ്റെ കാരണങ്ങളും എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം PSCക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് 1-2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.